ഒബ്ജക്റ്റീവ് ഇംഗ്ലീഷിലാക്കിയിട്ട് സബ്ജക്റ്റീവ് മലയാളത്തിൽ എഴുതാൻ പറ്റുമോ? ഈ ഒരു 20-25 ഡേയ്സ് ഒക്കെ നിങ്ങൾ നല്ല രീതിയിൽ ഈ ഒരു കണ്ടന്റുകൾ മാത്രം പ്രിപ്പയർ ചെയ്യാം. ഇപ്പോൾ 25 ഡേയ്സ് കൊണ്ട് പറ്റുമെന്ന് പറയാനുള്ള കാരണം ഇനി കൊമേഴ്സിൽ അക്കൗണ്ടൻസി എങ്ങനെ മലയാളത്തിൽ എഴുതാൻ പറ്റുമോ, അതേപോലെ ഹ്യൂമാനിറ്റീസിൽ എക്കണോമിക്സ് എടുത്തവരുണ്ട്, ഹിസ്റ്ററി എടുത്തവരുണ്ട്. ഇത് മലയാളത്തിൽ എഴുതാൻ ഇംഗ്ലീഷിൽ എഴുതാൻ നല്ലത്, മാർക്ക് ചെയ്യുന്ന കൂടുതൽ കിട്ടുക. മാത്രമല്ല പരീക്ഷ മലയാളത്തിൽ എഴുതാൻ പറ്റുമെന്നുള്ളതാണ്. ബട്ട് സം കണ്ടീഷൻസ്. NIOS-ൽ രജിസ്റ്റർ ചെയ്തു, പക്ഷേ തിരക്ക് കാരണം പഠിക്കാൻ പറ്റിയില്ലല്ലേ? ഇനി വിഷമിക്കേണ്ട, കാരണം ഇനി നിങ്ങൾക്ക് 6 മാസത്തെ സിലബസ് വെറും 1 മാസം കൊണ്ട് ക്രാക്ക് ചെയ്യാം. അതും ആദിൽ സാറിന്റെ ബാസ് ക്രാഷ് കോഴ്സിലൂടെ. സോ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ. ബാസ് സ്റ്റഡി സെന്റർ, കോർപ്പറേറ്റ് ഓഫീസ്, G3104, JNIS, കലൂർ, കൊച്ചി 682017. ഹലോ എവരിവൺ, ബാസ് സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. NIOS ഏപ്രിൽ 2025 പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയാണ്. നമ്മളെല്ലാവരും എക്സാമിന്റെ ഒരു മൂഡിലാണ് ഇപ്പോൾ നിൽക്കുന്നതല്ലേ. നമുക്ക് നെക്സ്റ്റ് മന്ത് തൊട്ട് എക്സാമിനേഷൻ ആണ്. അപ്പോൾ നമുക്ക് എക്സാമിനേഷൻ സബ്ജക്ട്സുകൾ മാത്രം പഠിച്ചാൽ പോരാ. ഈ ഒരു പരീക്ഷ നല്ല രീതിയിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്ത് നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടി നല്ല മാർക്കോട് വിജയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ അറിഞ്ഞിരിക്കണം, ഈ എക്സാം എങ്ങനെയാണ് നടക്കുന്നത്, അതിൽ എന്തൊക്കെയാണ് നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ടതായിട്ടുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് നോക്കുന്ന ഒരുപാട് കുട്ടികൾ നമ്മളോട് ചോദിച്ചാണ്, സാറേ ഈ ഒരു +2 10ാം ക്ലാസ് പരീക്ഷ ഇംഗ്ലീഷിൽ എഴുതാൻ പറ്റുമോ, മലയാളത്തിൽ എഴുതാൻ പറ്റുമോ, അതല്ല രണ്ടും മിക്സ് ചെയ്ത് എഴുതാൻ പറ്റുമോ, ഒബ്ജക്റ്റീവ് ഇംഗ്ലീഷിലാക്കിയിട്ട് സബ്ജക്റ്റീവ് മലയാളത്തിൽ എഴുതാൻ പറ്റുമോ, മലയാളത്തിൽ എഴുതി നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും, ഇംഗ്ലീഷിലാണ് എന്നുണ്ടെങ്കിൽ എന്താണ് മാർക്ക് പോകും, അങ്ങനെ ഒരുപാട് കൺസേൺസ് നമ്മൾ കുട്ടികൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് പരീക്ഷയിൽ മലയാളത്തിൽ എഴുതാൻ പറ്റുന്നത് ഏതൊക്കെ ഭാഗങ്ങളാണ്, എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ സബ്ജക്ട്സുകളാണ് എന്നുള്ളതാണ്. നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. NIOS ഏപ്രിൽ 2025 രജിസ്റ്റർ ചെയ്ത് പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും നമ്മുടെ ബാസ് സ്റ്റഡി സെന്ററിന്റെ ബാസ് ക്രാഷ് കോഴ്സ് സീസൺ 5ന്റെ അവസാനഘട്ട അഡ്മിഷനാണ് ഈ വീക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പോൾ ഈ ഒരു ക്ലോസിംഗ് ബാച്ച് ഒക്കെ ആയപ്പോൾ ഒരുപാട് കുട്ടികളാണ് നമ്മളെ ഈ ഒരു ക്രാഷ് കോഴ്സിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എല്ലാ പ്രാവശ്യം സീസൺ 1 to സീസൺ 4 വരെ നമുക്ക് 100% നമ്മുടെ ക്രാഷ് കോഴ്സ് വിജയം നേടാൻ പറ്റി. ഈ ഒരു 5ാമത്തെ സീസണിൽ നമ്മൾ അത് ഉദ്ദേശിച്ചിട്ട് തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷേ ഇപ്രാവശ്യം നമുക്ക് എക്സാം ക്രാക്കർ സെഷനും കൂടെ നമ്മൾ ബാസ് ക്രാഷ് കോഴ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എക്സാം ക്രാക്കർ എന്ന് പറയുന്നത് ഈ ഒരു 3 പ്രാവശ്യത്തെ എക്സാമിനേഷൻ, അതായത് പുതിയ സിലബസിൽ 3 പ്രാവശ്യം എക്സാം വന്നപ്പോഴാണ് നമുക്ക് അവരുടെ ഒരു എക്സാം പാറ്റേൺ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നതിന്റെ ആ ഒരു ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ അതിനെ അടിസ്ഥാനമാക്കിയിട്ട് നമ്മൾ ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സാം ക്രാക്കർ സെഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഫുൾ ആൻഡ് ഫുൾ ഇൻഡെക്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള കണ്ടന്റ് ആണ് നമ്മൾ ക്രാക്കർ എന്ന് പറയുന്നത്. മാത്രമല്ല മാർക്ക് വെയിറ്റേജ് ഉള്ള ടോപ്പിക്സ് ഏതൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കുക, അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളതും, അതുപോലെ അതിന്റെ ഒബ്ജക്റ്റീവ് ക്ലാസ്സുകളും, അതിന്റെ തന്നെ നമുക്ക് Q&A സെഷൻസും, ഫൈനലി നമ്മൾ അതിന്റെ ഒരു എക്സാം ക്രാക്കർ എന്ന് പറയുമ്പോൾ ഇത് മതി നമുക്ക് ഒരു 75+ മാർക്ക് നേടാനുള്ള രീതിയിലാണ് നമ്മൾ കണ്ടന്റ് ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്രാഷ് കോഴ്സിലോട്ട് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇതാ ഇനിയും ജോയിൻ ചെയ്യുക. നമുക്ക് അതിന്റെ അഡ്മിഷൻ എപ്പോഴും നടക്കുന്നുണ്ട്. താഴെ കാണുന്ന നമ്പറിലോട്ട് നിങ്ങൾ ജസ്റ്റ് വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയച്ചിട്ടോ നിങ്ങൾ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. അപ്പോൾ ഒരുപാട് കുട്ടികൾ ചോദിക്കും, ഇനി ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ടൊക്കെ എനിക്ക് ഇത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് പറയുക. ഇന്ന് നമുക്ക് 25ാം തീയതി നമ്മുടെ ഡേറ്റ്, ഇനി നമുക്ക് 21ാം തീയതി വരെ നമ്മൾ എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്താണെങ്കിലും ഒരു 26-27 ദിവസങ്ങളൊക്കെ നമുക്ക് ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ടായിട്ടുണ്ട്. സോ ഈ ഒരു 20-25 ഡേയ്സ് ഒക്കെ നിങ്ങൾ നല്ല രീതിയിൽ ഈ ഒരു കണ്ടന്റുകൾ മാത്രം പ്രിപ്പയർ ചെയ്യാം. ഇപ്പോൾ 25 ഡേയ്സ് കൊണ്ട് പറ്റുമെന്ന് പറയാനുള്ള കാരണം അതിൽ നമ്മൾ കൊടുത്തിരിക്കുന്നതൊക്കെ ഷോർട്ട് കണ്ടന്റുകളാണ്. അപ്പോൾ ഒരു ചാപ്റ്ററിന്റെ അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റിന്റെ ഏറ്റവും കാതലായിട്ടുള്ള പ്രൈം ആയിട്ടുള്ള കണ്ടന്റ് ഓറിയന്റ് ചെയ്തിട്ടുള്ള ഭാഗങ്ങൾ ഏതാണെന്നുള്ളത് നോക്കിയിട്ട് അതാണ് നമ്മുടെ കുട്ടികളോട് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു 20-25 ഡേയ്സ് ഒക്കെ മോർ ദാൻ ഇനഫ് ആണ്. 1 മാസം കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ക്രാഷ് കോഴ്സിലൂടെ നല്ല വിജയം നേടാൻ സാധിക്കും. കഴിഞ്ഞിട്ടില്ല, നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു എക്സാമിന്റെ തലേന്നൊക്കെ നിങ്ങൾക്ക് ഇരുന്ന് ഈ ഒരു കണ്ടന്റ് വെച്ച് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഇതിന് തന്നെ നമ്മൾ സ്റ്റഡി മെറ്റീരിയൽസ് ഈ കണ്ടന്റ് ആയിട്ടൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അടുത്ത് പഠിക്കാൻ പറ്റും. മാത്രമല്ല എക്സാം കഴിഞ്ഞ് നമ്മൾ മെയിൽ നമ്മുടെ എക്സാമിനേഷൻ കഴിയുന്നത് വരെ നിങ്ങൾക്ക് ആ ക്ലാസ്സുകൾ റീയൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഒബ്ജക്റ്റീവ് ബാങ്കിന്റെ ഒക്കെ യൂസ്ഫുൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് എക്സാം ഹാളിൽ കയറുന്നതിന് മുമ്പ് വരെ നമുക്കത് റീയൂസ് ചെയ്തുകൊണ്ടേയിരിക്കാം. നമുക്കത് വീണ്ടും ഒന്ന് റിവൈസ് ചെയ്ത് നമുക്കത് ക്ലിയർ അപ്പ് ചെയ്യാൻ പറ്റും. സോ ഇത്രയും ഷോർട്ട് ക്ലാസ്സുകൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും അത് ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളൊക്കെ നമ്മുടെ ലേണിംഗ് ആപ്പ് ത്രൂ ആണ് വരുന്നത്. അപ്പോൾ അതിലാണ് നമ്മൾ ക്ലാസ്സുകൾ കൊടുക്കുന്നത്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ആ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ സൗകര്യത്തിൽ, ലൈവ് ക്ലാസ്സുകളൊന്നല്ല, നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ഈ ക്ലാസ് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് എടുത്ത് പഠിക്കാൻ പറ്റും. എത്ര പ്രാവശ്യം വേണമെങ്കിലും പഠിക്കാൻ പറ്റും. എക്സാം തീരുന്നത് വരെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ലഭിക്കും. അപ്പോൾ ഇനിയും ജോയിൻ ചെയ്യുന്ന ആരെങ്കിലും എഴുതാൻ മടിക്കണം മക്കളെ, വേഗം തന്നെ താഴെ നമ്മളോട് വാട്സ്ആപ്പ് മെസ്സേജോ അല്ലെങ്കിൽ ജസ്റ്റ് കോൾ ചെയ്തിട്ട് വേഗം ജോയിൻ ചെയ്തോളൂ, വേഗം നമ്മുടെ കോഴ്സിലോട്ട് വന്നോളൂ. നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് ഈ ഒരു എക്സാമിനേഷൻ നല്ല മാർക്കോട് കൂടി വിജയിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടന്റിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് NIOS ഏപ്രിൽ 2025 എക്സാമിന്റെ മീഡിയത്തിനെ കുറിച്ചിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. നമ്മൾ ഈ ഒരു കാര്യം പറയുമ്പോൾ ഒരുപാട് കുട്ടികൾ നമ്മളോട് ചോദിച്ചിരുന്നു, സാറേ +2 ഞാൻ എടുത്തത് സയൻസ് ആണ്, എനിക്ക് മലയാളത്തിൽ എഴുതാൻ പറ്റുമോ അല്ലേ? ഇതല്ലേ നിങ്ങളുടെ സംശയം. ഇനി കൊമേഴ്സിൽ അക്കൗണ്ടൻസി എങ്ങനെ മലയാളത്തിൽ എഴുതാൻ പറ്റുമോ, അതേപോലെ ഹ്യൂമാനിറ്റീസിൽ എക്കണോമിക്സ് എടുത്തവരുണ്ട്, ഹിസ്റ്ററി എടുത്തവരുണ്ട്. ഇത് മലയാളത്തിൽ എഴുതാൻ ഇംഗ്ലീഷിൽ എഴുതാൻ നല്ലത്, മാർക്ക് ചെയ്യുന്ന കൂടുതൽ കിട്ടുക. മാത്രമല്ല ഇതിലൊക്കെ നമുക്ക് ഒബ്ജക്റ്റീവ് വരുന്നുണ്ട്. ഈ ഒബ്ജക്റ്റീവ് ഒക്കെ നമുക്ക് മലയാളത്തിൽ കൊടുക്കാൻ പറ്റും. ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിലാണോ മലയാളത്തിലാണോ വരിക, ഇങ്ങനെ ഒരുപാട് കൺസേൺസ് ഉണ്ട്.
ഇതെല്ലാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ന് തന്നെ പറയട്ടെ, നമ്മുടെ എക്സാമിന്റെ ഒരു മീഡിയം എങ്ങനെയാണ്, എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ മീഡിയം എന്ന് പറഞ്ഞാൽ അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് +2 തലത്തിൽ നമ്മുടെ NIOSൽ സീനിയർ സെക്കൻഡറി എന്നാണ് പറയുക. +2നെ നമ്മൾ സീനിയർ സെക്കൻഡറി എന്നാണ് പറയുക. സോ +2 സീനിയർ സെക്കൻഡറി തലത്തിൽ നമുക്ക് ഇംഗ്ലീഷ് മീഡിയം ഹിന്ദി മീഡിയം ആയിട്ടാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ കേരളത്തിൽ വരിക. നമുക്ക് ഒരൊറ്റ മീഡിയം ഉള്ളൂ, ഇംഗ്ലീഷ് മീഡിയം മാത്രമാണ്. നമുക്ക് എന്തില്ല, +2ൽ മലയാളം മീഡിയം ഇല്ല. ഓക്കെ, അതായത് NIOS +2 രജിസ്റ്റർ ചെയ്തിട്ടുള്ള സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റി സ്ട്രീമുകളുള്ള കുട്ടികൾക്ക് +2 ഇംഗ്ലീഷ് മീഡിയത്തിലോ അതല്ലെങ്കിൽ ഹിന്ദി മീഡിയത്തിലാണോ നമുക്ക് ഈ ഒരു പരീക്ഷ എഴുതാൻ പറ്റുക. ഹിന്ദി മീഡിയം ഉണ്ട്, ഇംഗ്ലീഷ് മീഡിയം ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അവിടെ എന്തില്ല, മലയാളം മീഡിയം നമുക്ക് ഇല്ല. ഓക്കെ, സോ ഇങ്ങനെ മലയാളം മീഡിയം ഇല്ല എന്ന് പറഞ്ഞാൽ പോലും നമുക്ക് ഈ ഒരു എക്സാമിനേഷൻ മലയാളത്തിൽ എഴുതാൻ പറ്റും. കാരണം എന്താ, ചോദ്യങ്ങളാണ് അവർ ഇംഗ്ലീഷിൽ തരിക. ചോദ്യങ്ങൾ ഇപ്പോൾ നമ്മുടെ എക്സാമിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദ്യം അവർ ഇംഗ്ലീഷിലും അതേപോലെ ഹിന്ദിയിലും അവർ ക്വസ്റ്റ്യൻ പേപ്പർ തരും. +2ൽ ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ, +2ൽ ഇംഗ്ലീഷിലും ഹിന്ദിയിലും തരും. പക്ഷേ ഇതിന്റെ ഉത്തരങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, മലയാളത്തിൽ എഴുതി കൊടുക്കാൻ പറ്റും. എല്ലാ സബ്ജക്റ്റിൻ്റെയും മലയാളത്തിൽ കൊടുത്താൽ നല്ല മാർക്ക് സ്കോർ ചെയ്യുമെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ പറയട്ടെ, ഈ ഇംഗ്ലീഷ് എന്നുള്ള സബ്ജക്റ്റ് അതല്ലെങ്കിൽ സോഷ്യോളജി, പൊളിറ്റിക്സ്, ഹിസ്റ്ററി, സൈക്കോളജി അങ്ങനെയൊക്കെയുള്ള സബ്ജക്റ്റുകൾ, ഏത് സബ്ജക്റ്റ് ഒഴികെ, അറബിയും മലയാളം ഒഴികെ ബാക്കിയുള്ള സബ്ജക്ട്സുകളൊക്കെ നമുക്ക് ഇംഗ്ലീഷിലാണ് ക്വസ്റ്റ്യൻ പേപ്പർ. അറബിയിലും മലയാളത്തിലാണ് വരിക. സോ ഈ ഒരു ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ വരിക, ഇംഗ്ലീഷ് ഹിന്ദി ക്വസ്റ്റ്യൻ പേപ്പർ വരിക. നമുക്ക് ബാക്കിയുള്ള നമ്മുടെ ഐച്ഛിക വിഷയങ്ങൾ, പ്രൈം സബ്ജക്ട്സുകൾക്കും അതേപോലെ തന്നെ നമ്മുടെ ലാംഗ്വേജ് ഇംഗ്ലീഷ് ഒക്കെ പോലെ സബ്ജക്ട്സുകൾക്കാണ് വരിക. അപ്പോൾ ഈ ഒരു ഇംഗ്ലീഷ് ഹിന്ദിയിലാണ് ക്വസ്റ്റ്യൻ പേപ്പർ വരിക. അപ്പോൾ നമ്മൾ പറഞ്ഞു പരീക്ഷ മലയാളത്തിൽ വേണമെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും. ചോദ്യങ്ങൾ അവർ ഇംഗ്ലീഷ് കൊടുത്തോട്ടെ, നമുക്ക് ഉത്തരം എങ്ങനെ എഴുതാം, മലയാളത്തിൽ എഴുതാം. ഓക്കെ, മലയാളത്തിൽ എഴുതാം. എന്നാൽ എല്ലാ വിഷയങ്ങളും മലയാളത്തിൽ എഴുതിയാൽ മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളതാണ് അടുത്തൊരു കൺസേൺ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ മക്കളെ ശരിക്കും ശ്രദ്ധിച്ചോളൂ. NIOS രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ സയൻസോ കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ അതല്ലെങ്കിൽ ഇതെല്ലാം മിക്സ് ചെയ്തിട്ടുള്ള ഒരു സ്ട്രീമോ അതേപോലെ 10ാം ക്ലാസ് നോർമലോ അല്ലെങ്കിൽ മിക്സ് ചെയ്ത സ്ട്രീമോ അങ്ങനെ ആയിരിക്കും നിങ്ങൾ സബ്ജക്ട് ചൂസ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കുട്ടികളും NIOS പരീക്ഷ ഏപ്രിൽ 2025 എഴുതാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞത്. മക്കളെ ശ്രദ്ധിച്ചോ. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ യൂട്യൂബ് ചാനൽ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ മക്കളെ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇനി അങ്ങോട്ട് നമുക്കിതാ എല്ലാ അപ്ഡേറ്റ്സും വരും. അതുപോലെ തന്നെ നമുക്ക് എല്ലാ ക്ലാസ്സുകളും ലൈവും എല്ലാം നമ്മൾ ഫുൾ ആൻഡ് ഫുൾ നമ്മൾ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണ്. നമ്മുടെ ഏപ്രിൽ മെയ് മാസം നമ്മുടെ ഏപ്രിൽ 25 ബാച്ചിൻ്റെ കൂടെ നമ്മളുണ്ടായിരിക്കും, ഞാൻ ഉണ്ടായിരിക്കും. സോ ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കുട്ടികളൊക്കെ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത മക്കളെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുത്തോ, നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ സയൻസ് എന്നുള്ള സബ്ജക്ട്സ് നമുക്ക് നോക്കാം. സയൻസിൽ നിങ്ങൾ എടുത്ത വിഷയങ്ങൾ ഏതൊക്കെയായിരിക്കും, ഇംഗ്ലീഷ്, മലയാളം, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ്, കമ്പ്യൂട്ടർ സയൻസ്, ഇത്രയും സബ്ജക്ട്സുകളായിരിക്കും നിങ്ങൾ സയൻസിൽ എടുത്തിട്ടുണ്ടാവുക. ഞാൻ പറയട്ടെ, ഇംഗ്ലീഷ് സബ്ജക്റ്റ് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ തന്നെയാണ് എഴുതാൻ പറ്റുക, അതിൽ നിങ്ങൾക്ക് സംശയമില്ല. ഇംഗ്ലീഷ് ഇതൊക്കെ പറയുമ്പോൾ മലയാളത്തിൽ എഴുതാന്നൊക്കെ പറയുമ്പോൾ കുട്ടികൾ ഇംഗ്ലീഷ് മലയാളത്തിൽ എഴുതാൻ പറ്റുമെന്ന് ചോദിക്കും. മക്കളെ ഫണ്ണല്ല, ഇംഗ്ലീഷ് മലയാളത്തിൽ എഴുതാൻ പറ്റില്ല. ഇംഗ്ലീഷ് ഇംഗ്ലീഷിലല്ലാതെ മംഗ്ലീഷിൽ എഴുതാൻ പറ്റുമെന്ന് ചോദിക്കുന്ന വളരെ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടികളും ഉണ്ട്. അപ്പോൾ മംഗ്ലീഷ് പറഞ്ഞ സംഭവം ഒന്നും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. മംഗ്ലീഷിലൊന്നും എഴുതിയ മാർക്ക് കിട്ടില്ല. സോ അതിനും പോകാൻ നിൽക്കണ്ട. ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ ഇംഗ്ലീഷിൽ തന്നെ, ഇംഗ്ലീഷ് സബ്ജക്റ്റ് ഇംഗ്ലീഷ് തന്നെ പരീക്ഷ ചെയ്താൽ. മലയാളം അല്ലെങ്കിൽ ഹിന്ദി അല്ലെങ്കിൽ അറബിയൊക്കെ നിങ്ങൾ അതാത് സെക്കൻഡ് ലാംഗ്വേജ്, മലയാളം മലയാളത്തിൽ എഴുതുക, ഹിന്ദിയിൽ എഴുതുക, അറബിയിൽ എഴുതുക, അത് നമുക്ക് പ്രശ്നമായില്ല. ഇനി സയൻസ് നമ്മുടെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ്, കമ്പ്യൂട്ടർ സയൻസ്. ഈ സയൻസിന്റെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ്, കമ്പ്യൂട്ടർ സയൻസ് പറയുമ്പോൾ ഞാൻ പറയുന്ന മക്കളെ, ഈ ഒരു ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ്, കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്നത് കേരള ബോർഡിലാണെങ്കിലും NCERT സിലബസ് ആണ്, CBSEയിലും NCERT സിലബസ് ആണ്, നമ്മുടെ NIOSലും NCERT സിലബസ് തന്നെയാണ്. അതായത് +2ൽ സയൻസ് എടുത്ത കുട്ടികൾക്കൊക്കെ ഒരൊറ്റ സിലബസാണ്. കാരണം എന്താ, ഈ +2 പാസ്സായി നമ്മുടെ NIOSലൂടെ +2 സയൻസ് പാസ്സായ വിദ്യാർത്ഥിക്കും, കേരള ബോർഡിൽ +2 സയൻസ് പാസ്സായ വിദ്യാർത്ഥിക്കും, അതേപോലെ CBSEയിൽ +2 സയൻസ് പാസ്സായ കുട്ടികൾക്കും നീറ്റ് എക്സാം എഴുതാൻ പറ്റും. എല്ലാം ഒരേ വാല്യൂഷൻ തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻസ് ഉത്തരം നമ്മൾ മലയാളത്തിൽ കൊടുക്കുന്നത് റിസ്ക് ആണ്. അതുകൊണ്ട് തന്നെ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും മാത്സും കമ്പ്യൂട്ടർ സയൻസും നിങ്ങൾ എങ്ങനെ എഴുതിയാൽ മതി, ഇംഗ്ലീഷിൽ തന്നെ എഴുതിയാൽ മതി. അത് തർജ്ജമ ചെയ്യാൻ നിൽക്കേണ്ട മക്കളെ, ടേംസ് ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും, ടാസ്ക് ആയിരിക്കും. സോ +2 സയൻസിൽ ഇംഗ്ലീഷിൽ മലയാളത്തിൽ ചുരുക്കി പറയുകയാണെങ്കിൽ സയൻസിന്റെ കുട്ടികൾ ഫുൾ ആൻഡ് ഫുൾ ഇംഗ്ലീഷിൽ തന്നെ കൊടുക്കുക. എന്താ അറിയോ, അത് മലയാളത്തിലോട്ട് ആക്കി കഴിഞ്ഞാൽ മാർക്ക് പോകും. കാരണം ഈ ടേംസുകളൊക്കെ മലയാളത്തിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അത് തെറ്റാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഇപ്പോൾ നമ്മുടെ ബാസ് സ്റ്റഡി സെന്ററിൽ പഠിക്കുന്ന കുട്ടികൾക്ക് നമ്മൾ സയൻസിൽ മലയാളം കൊടുത്തിട്ടില്ല, ഫുൾ ആൻഡ് ഫുൾ ഇംഗ്ലീഷ് ആണ്. സോ അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് ടെൻഷൻ അല്ല, നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റും. പക്ഷേ ഇപ്പോഴും സയൻസ് ഒക്കെ മലയാളത്തിൽ എഴുതാമെന്ന് പറഞ്ഞ കുട്ടികൾക്ക് എഴുതാൻ പറ്റുമോ എന്ന് വെച്ചാൽ എഴുതാൻ പറ്റും. പക്ഷേ കേരള ബോർഡിൽ വരെ നിങ്ങൾക്ക് അറിയണ്ടാവും 10ാം ക്ലാസ്സിലൊക്കെയാണ് അത് മലയാളത്തിലോട്ട് കൺവേർട്ട്, +2 എത്തുമ്പോൾ എല്ലാം ഇംഗ്ലീഷ് തന്നെയാണ് വരുന്നത്. എല്ലാ NCERT സിലബസ് ആണ്. സോ ഈ ഫിസിക്സിന്റെ ടേമുകൾ, അതല്ലെങ്കിൽ കെമിസ്ട്രിയുടെ ടേംസുകൾ, അതല്ലെങ്കിൽ ബയോളജി, മാത്സ്, കമ്പ്യൂട്ടർ, ഇതൊക്കെ നിങ്ങൾ മലയാളത്തിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇതിന് നമുക്ക് വാല്യുവേഷനിൽ മാർക്കുകളൊക്കെ കിട്ടാനുള്ള ചാൻസസ് കുറച്ച് കുറവായിരിക്കും. അതുകൊണ്ടാണ് പ്രിഫർ ചെയ്യുന്നത്. സോ +2 സയൻസ് വിദ്യാർത്ഥികൾ എന്ത് ചെയ്യുക, ഇംഗ്ലീഷിൽ തന്നെ എഴുതുക, പരീക്ഷ ഇംഗ്ലീഷിൽ തന്നെ എഴുതുക. അവിടെ ഇനി വേറൊരു ചോദ്യമല്ല. അപ്പോൾ പരീക്ഷ മലയാളത്തിലോ എന്ന് ചോദിക്കുന്ന കുട്ടികളോട് പറയാണ്, സയൻസ് കുട്ടികൾ അത് അങ്ങനെ തന്നെ എഴുതുക. ഇനി
നമ്മൾ കൊമേഴ്സിലോട്ട് വരികയാണെങ്കിൽ കൊമേഴ്സ് എന്നുള്ള സബ്ജക്ട് എടുത്ത കുട്ടികളാണെങ്കിൽ നോക്കുക, നമ്മൾ എടുത്ത വിഷയങ്ങൾ എന്തൊക്കെയായിരിക്കും? ഒരു ഫസ്റ്റ് ലാംഗ്വേജ് ഇംഗ്ലീഷ്, സെക്കൻഡ് ലാംഗ്വേജ് മലയാളം അല്ലെങ്കിൽ അറബി അല്ലെങ്കിൽ ഹിന്ദി, പിന്നെ ബിസിനസ് സ്റ്റഡീസ് എടുത്ത കുട്ടികളുണ്ടാവും, അക്കൗണ്ടൻസി എടുത്ത കുട്ടികളുണ്ടാവും, എക്കണോമിക്സ് എടുത്ത കുട്ടികളുണ്ടാവും, അതേപോലെ തന്നെ പൊളിറ്റിക്കൽ സയൻസ് എടുത്ത കുട്ടികളുണ്ടാവും, കമ്പ്യൂട്ടറോ ഡാറ്റ എൻട്രി ഇങ്ങനെയൊക്കെയുള്ള പേപ്പേഴ്സ് ഒക്കെ എടുത്ത കുട്ടികളായിരിക്കും നമുക്ക് കൊമേഴ്സിൽ ഉണ്ടാവുക. അപ്പോൾ കൊമേഴ്സ് പരീക്ഷ എഴുതുന്ന കുട്ടിയോട് ഞാൻ പറയുകയാണെങ്കിൽ ഇംഗ്ലീഷ് ഈസ് ഇംഗ്ലീഷ് തന്നെ പൊക്കോട്ടെ, അത് ഇനി മലയാളത്തേക്ക് കൊണ്ടുപോകണ്ട. സെക്കൻഡ് ലാംഗ്വേജുകളൊക്കെ അതേ ലാംഗ്വേജ്, മലയാളത്തിൽ പോട്ടെ, അറബി പോട്ടെ, ഹിന്ദി പോട്ടെ. ബിസിനസ് സ്റ്റഡീസ് നിങ്ങൾക്ക് മലയാളത്തിൽ പരീക്ഷ എഴുതാം, അത് നല്ലതാണ് മക്കളെ. ബിസിനസ് സ്റ്റഡീസ് മലയാളത്തിൽ എഴുതുമ്പോൾ മാർക്ക് സ്കോർ ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ ഇംഗ്ലീഷ് മീഡിയം CBSE-ലൊക്കെ 10ാം ക്ലാസ് പാസ്സായ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ കേൾക്കേണ്ട, നിങ്ങൾ ഫുൾ ആൻഡ് ഫുൾ ഇംഗ്ലീഷ് പോക്കോ. പക്ഷേ കേരള ബോർഡിൽ നിന്നൊക്കെ 10ാം ക്ലാസ് പാസ്സായിട്ട് ഇവിടെ NUS ഒക്കെ വരുമ്പോൾ ബിസിനസ് സ്റ്റഡീസ് നിങ്ങൾ മലയാളത്തിൽ തന്നെ എടുക്കുക. മലയാളമാണ് നിങ്ങൾക്ക് സുഖമെങ്കിൽ മലയാളത്തിൽ തന്നെ എടുക്കുക. അക്കൗണ്ടൻസിന്റെ കേസ് വരുമ്പോൾ ദയവ് ചെയ്ത് അക്കൗണ്ടൻസി മലയാളത്തിൽ കൊടുക്കരുത്, അക്കൗണ്ടൻസി ഇംഗ്ലീഷ് തന്നെ കൊടുക്കുക. ഓക്കെ, അക്കൗണ്ടൻസി ഇംഗ്ലീഷ് കൊടുക്കുക, അപ്പോഴാണ് മാർക്ക് കൂടുതലായിട്ട് സ്കോർ ആവുന്നത്. സോ അക്കൗണ്ടൻസി നിങ്ങൾ എന്ത് ചെയ്യുക? ഇംഗ്ലീഷ് തന്നെ കൊടുക്കുക. എക്കണോമിക്സ് വേണമെങ്കിൽ നിങ്ങൾ മലയാളത്തിൽ കൊടുത്തോ, നോ പ്രോബ്ലം. പൊളിറ്റിക്സ് മലയാളത്തിൽ കൊടുത്തോ, ഡാറ്റ എൻട്രി മലയാളത്തിൽ കൊടുത്തോ, നോ പ്രോബ്ലം. ഇപ്പോൾ നമ്മുടെ ബാസ് സ്റ്റഡി സെന്ററിലാണെങ്കിൽ അക്കൗണ്ടൻസിക്ക് മാത്രം നമ്മൾ ഇംഗ്ലീഷ് തന്നെ ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക, ബാക്കിയൊക്കെ നമ്മൾ മലയാളം കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ ഇത് നിങ്ങൾക്ക് മലയാളം മീഡിയം അവൈലബിൾ ആണ്, ഇംഗ്ലീഷ് മീഡിയം അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് ബിസിനസ് സ്റ്റഡീസ്, പൊളിറ്റിക്സ്, എക്കണോമിക്സ്, ഡാറ്റ എൻട്രി ഒക്കെ മലയാളത്തിൽ പരീക്ഷ എഴുതിക്കോ, നോ പ്രോബ്ലം, നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അക്കൗണ്ടൻസി നിങ്ങൾ ഇംഗ്ലീഷ് കൊടുത്തോ. ഇംഗ്ലീഷ് നല്ല രീതിയിൽ അറിയുന്ന 10ാം ക്ലാസ് CBSE പഠിച്ച് പാസ്സായ കുട്ടി +2 NUS-ൽ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇംഗ്ലീഷ് തന്നെ കണ്ടിന്യൂ ചെയ്യുന്ന മക്കളെ. ഞാൻ പറയുന്നത് ഇംഗ്ലീഷിൽ അത്രക്കൊരു പ്രാവീണ്യം ഇല്ലാത്ത കുട്ടികൾക്കാണ് ഈ ഒരു കാര്യം പറയുന്നത്. പക്ഷേ അക്കൗണ്ടൻസി നിങ്ങൾ ഇംഗ്ലീഷ് കൊടുക്കുക. ഓക്കെ, അതിൽ നമുക്ക് ഇനി വേറൊരു വർത്താനല്ല. സോ കൊമേഴ്സിലെ സബ്ജക്ട്സുകളൊക്കെ ഏതൊക്കെ ഇംഗ്ലീഷിൽ എഴുതണം, മലയാളത്തിൽ എഴുതണം എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമുക്ക് അടുത്ത് നോക്കാം, ഹ്യൂമാനിറ്റീസ് നോക്കാം. ഹ്യൂമാനിറ്റീസ് നോക്കുമ്പോൾ നമുക്കറിയാം സബ്ജക്ട്സ് വരുന്നത് ഇംഗ്ലീഷ് ആണ്, പിന്നെ മലയാളം അല്ലെങ്കിൽ അറബി അല്ലെങ്കിൽ ഹിന്ദി സെക്കൻഡ് ലാംഗ്വേജ് വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്കവിടെ സോഷ്യോളജി, പൊളിറ്റിക്സ്, ഹിസ്റ്ററി, എക്കണോമിക്സ്, ജോഗ്രഫി, ഡാറ്റ എൻട്രി ഇങ്ങനെയൊക്കെയുള്ള സബ്ജക്ട്സ് ആയിരിക്കും നമുക്ക് ഹ്യൂമാനിറ്റീസിൽ വരിക. ഇവിടെ നമുക്ക് ഇംഗ്ലീഷ് തന്നെ പൊക്കോട്ടെ, മലയാളം അറബി ഹിന്ദി അതായത് സെക്കൻഡ് ലാംഗ്വേജ് പൊക്കോട്ടെ. സോഷ്യോളജി നിങ്ങൾ മലയാളത്തിൽ എഴുതിക്കോ മക്കളെ, പൊളിറ്റിക്സ് മലയാളത്തിൽ എഴുതിക്കോ, ഹിസ്റ്ററി മലയാളത്തിൽ എഴുതിക്കോ, എക്കണോമിക്സ് മലയാളത്തിൽ എഴുതിക്കോ, അതേപോലെ തന്നെ ജോഗ്രഫിയും ഡാറ്റ എൻട്രി ഇതൊക്കെ നിങ്ങൾ മലയാളത്തിൽ എഴുതിക്കോ, നോ പ്രോബ്ലം. അതായത് ഹ്യൂമാനിറ്റീസിന്റെ മിക്ക സബ്ജക്ട്സും മലയാളത്തിൽ എഴുതുന്നതാണ് നല്ലത്, കാരണം നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട്. മലയാളം മീഡിയം കുട്ടികൾക്കാണ് പറഞ്ഞു തരുന്നത്. ഇനി ഇംഗ്ലീഷ് CBSE ഒക്കെ കഴിഞ്ഞ കുട്ടികളാണ് മക്കൾ ഇംഗ്ലീഷ് തന്നെ കണ്ടിന്യൂ ചെയ്തോ, അങ്ങനെ ചെയ്താലും മാർക്ക് കിട്ടും. കാരണം എന്താ, ചോദ്യങ്ങളൊക്കെ ഇംഗ്ലീഷിലാണ്, ഉത്തരം നമ്മൾ തർജ്ജമ ചെയ്യാണ്. ഓക്കെ, സോ ഇവിടെ ഹ്യൂമാനിറ്റീസിന്റെ കുട്ടികൾക്ക് ധൈര്യമായിട്ട് മലയാളത്തിൽ കൊടുക്കാം, മലയാളത്തിലൊക്കെ നമുക്ക് എഴുതിയ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇത് ഞാൻ പറഞ്ഞുതരാം എവിടേക്ക് എന്തൊക്കെയെന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം, നോ പ്രോബ്ലം. ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ എങ്ങനെ വരും എന്നുള്ളത് പറഞ്ഞുതരാം. അപ്പോൾ സയൻസ് ഇംഗ്ലീഷ് പോട്ടെ, കൊമേഴ്സിൽ അക്കൗണ്ടൻസി ഇംഗ്ലീഷ് പോട്ടെ, ഹ്യൂമാനിറ്റീസ് ഫുൾ ആൻഡ് ഫുൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഇംഗ്ലീഷ് ലാംഗ്വേജ് ഫസ്റ്റ് ലാംഗ്വേജ് ഒഴികെ ബാക്കിയൊക്കെ നിങ്ങൾ മലയാളത്തിൽ എഴുതിക്കോ, നോ പ്രോബ്ലം. ഇനി നമ്മൾ 10ാം ക്ലാസ്സിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 10ാം ക്ലാസ്സിൽ നമുക്കറിയാം നമ്മൾ എടുത്ത സബ്ജക്ട്സ് ഏതൊക്കെയായിരിക്കും? ഇംഗ്ലീഷ്, മലയാളം അറബി അല്ലെങ്കിൽ ഹിന്ദി, സയൻസ് ആൻഡ് ടെക്നോളജി, മാത്തമാറ്റിക്സ്, സോഷ്യൽ സയൻസ്, ഓക്കെ, ഡാറ്റ എൻട്രി അല്ലെങ്കിൽ ബേസിക് കമ്പ്യൂട്ടിംഗ്, ഇത്ര സബ്ജക്ട്സ് ആയിരിക്കും നമ്മൾ എടുത്തിട്ടുണ്ടാവുക. ഇതിൽ ഇംഗ്ലീഷ് പോട്ടെ, മലയാളത്തിൽ പോട്ടെ, സയൻസ് ആൻഡ് ടെക്നോളജി ആണെങ്കിലും മാത്സ് ആണെങ്കിലും സോഷ്യൽ സയൻസ് ആൻഡ് ഡാറ്റ എൻട്രി ആണെങ്കിലും നിങ്ങൾക്ക് മലയാളത്തിൽ എഴുതാൻ കുഴപ്പമില്ല. പിന്നെയും മാത്സ് ആണ് ഞാൻ പറയുന്നത് ഇംഗ്ലീഷ് തന്നെ കൊടുക്കുന്നത് നല്ലതാണ്. പക്ഷേ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ 10ാം ക്ലാസ്സിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു മാറ്റം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ +2 നമ്മൾ പറയുമ്പോൾ +2 സീനിയർ സെക്കൻഡറിയിൽ നമുക്ക് ഇംഗ്ലീഷ് മീഡിയം മാത്രമേ ഉള്ളൂ, ഇംഗ്ലീഷ് മീഡിയം ഹിന്ദി മീഡിയം മാത്രമേ ഉള്ളൂ. എന്നാൽ SSLC-യിൽ നമ്മൾ വരുമ്പോൾ അവിടെ ഇംഗ്ലീഷ് മീഡിയം നമുക്കുണ്ട്, മലയാളം മീഡിയം ഉണ്ട്. ഓക്കെ, ഇംഗ്ലീഷും മലയാളം ഹിന്ദി ഈ 3 മീഡിയം അവൈലബിൾ ആണ്. അപ്പോൾ എൻ്റെ കുട്ടികളെ NUS രജിസ്റ്റർ ചെയ്ത സമയത്ത് മലയാളം മീഡിയം ആണ് നിങ്ങൾ കൊടുത്തതെങ്കിൽ, നിങ്ങൾ രജിസ്റ്റർ ചെയ്ത 10ാം ക്ലാസ് മലയാളം മീഡിയം ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ചോദ്യങ്ങൾ SSLC-യിൽ വരുന്നതൊക്കെ എന്തിലായിരിക്കും? മലയാളത്തിലായിരിക്കും. അതിപ്പോൾ മാത്സ് ആയാലും ശരി, സയൻസും സോഷ്യലും മാത്സും ഡാറ്റ എൻട്രിയും ബേസിക് കമ്പ്യൂട്ടിംഗ്, ഇംഗ്ലീഷ്, മലയാളം എല്ലാ സബ്ജക്ട്സും എന്താ, ഇംഗ്ലീഷ് ഒഴികെ ബാക്കിയുള്ള സബ്ജക്ട്സുകളൊക്കെ നമുക്ക് മലയാളത്തിൽ, ഇംഗ്ലീഷിലായിട്ട് വരിക. ഇംഗ്ലീഷ് ഒഴികെ ബാക്കിയുള്ള സബ്ജക്ട്സുകളൊക്കെ SSLC-യിൽ മലയാളത്തിൽ തന്നെ വരിക, മലയാളം മീഡിയം എടുത്ത കുട്ടികൾ. അതല്ല നിങ്ങൾ ഇംഗ്ലീഷാണ് ചൂസ് ചെയ്തത്, മീഡിയം ഇംഗ്ലീഷാണ് ചൂസ് ചെയ്തതെങ്കിൽ, ഇപ്പോൾ തിരുവനന്തപുരം പോലത്തെ ജില്ലയിൽ മലയാളം മീഡിയം ഇല്ല, അവിടെ ഇംഗ്ലീഷ് തന്നെ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അങ്ങനെ എടുത്ത കുട്ടികളാണെങ്കിൽ അവർക്ക് ചോദ്യങ്ങൾ വരിക, ഈ ചോദ്യങ്ങളൊക്കെ വരിക ഇംഗ്ലീഷിലായിരിക്കും. ഓക്കെ, അതേപോലെ 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് മലയാളം മീഡിയം അവൈലബിൾ ആണ്, ഇംഗ്ലീഷ് മീഡിയം അവൈലബിൾ. നിങ്ങൾ ഏതാണ് എടുത്തിട്ടുള്ളത് അതിനനുസരിച്ച് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ വരും. മലയാളം മീഡിയമാണ് നിങ്ങൾ ചൂസ് ചെയ്തെങ്കിൽ നിങ്ങൾ ചോദ്യങ്ങൾ മലയാളത്തിലായിരിക്കും, ഇംഗ്ലീഷ് മീഡിയമാണ് നിങ്ങൾ ചൂസ് ചെയ്തെങ്കിൽ നിങ്ങൾ ചോദ്യങ്ങൾ ഇംഗ്ലീഷിലായിരിക്കും. സോ നിങ്ങൾക്ക് അതിനനുസരിച്ച് പരീക്ഷ എഴുതാൻ പറ്റും. എന്നാൽ ഈ ഒരു കേസിലോട്ട് വരുമ്പോൾ, ഇപ്പോൾ +2 കേസിൽ ഞാൻ പറഞ്ഞു ചോദ്യങ്ങൾ എന്തായാലും ഇംഗ്ലീഷിലും ഹിന്ദിയിലും മാത്രമേ വരുള്ളൂ, നമുക്കവിടെ മലയാളത്തിൽ ചോദ്യങ്ങൾ വരില്ല, ആ ഒരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതൊക്കെ സബ്ജക്ട്സ് ഇംഗ്ലീഷിൽ എഴുതണം മലയാളത്തിൽ എഴുതണം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഇനി 10ാം ക്ലാസ്സിലോട്ട് വരികയാണെങ്കിൽ അവിടെ ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആണ്. സോ ഇംഗ്ലീഷ് മീഡിയം എടുത്ത കുട്ടികൾക്ക് ഇംഗ്ലീഷ് മീഡിയത്തിൽ
മലയാളത്തിൽ എഴുതാം, ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലായിരിക്കും. അതല്ലെങ്കിൽ ഇപ്പോൾ തിരുവനന്തപുരത്തൊക്കെ നമുക്ക് മലയാളം മീഡിയം ഇല്ലാന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇംഗ്ലീഷ് മീഡിയത്തിൽ നിങ്ങൾക്ക് സീറ്റ് കിട്ടിയിട്ടുള്ളൂ, മലയാളം മീഡിയത്തിൽ സീറ്റ് കിട്ടിയില്ലെങ്കിൽ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. നിങ്ങൾക്ക് പ്ലസ് ടുവിന്റെ പോലെ തന്നെ ഇംഗ്ലീഷ് മീഡിയം ആണ് ക്വസ്റ്റ്യൻ പേപ്പർ എങ്കിലും നിങ്ങൾക്ക് ആൻസേഴ്സ് എന്തിൽ എഴുതാൻ പറ്റും, മലയാളത്തിൽ എഴുതാൻ പറ്റും. സോ നോട്ട് എ പ്രോബ്ലം. മീഡിയം അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. അതേപോലെ മലയാളം മീഡിയത്തെ കുട്ടികൾക്ക് വേണമെങ്കിൽ ഇംഗ്ലീഷിൽ ആൻസർ ചെയ്താൽ അത് പ്രശ്നമുള്ള കാര്യമില്ല. ഞാൻ പറഞ്ഞ ചോദ്യ പേപ്പറിലുള്ള മാറ്റമാണ് ഈ മീഡിയം വെച്ച് പറയുന്നത്. സോ നിങ്ങൾക്ക് ഒരേ മീഡിയം, നിങ്ങൾക്ക് OMR ഷീറ്റ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം, പറയുമ്പോൾ അതിൽ ഫില്ല് ചെയ്താണ്ടാവും മീഡിയം ഓഫ് ലാംഗ്വേജ്. ഓക്കെ, നിങ്ങൾ ഏത് ലാംഗ്വേജിലാണ് ഈ പരീക്ഷ എഴുതുന്നുണ്ടാവും, മലയാളം മലയാളം, ഇംഗ്ലീഷ് ആണ് ഇംഗ്ലീഷ്, ആ ലാംഗ്വേജ് അവിടെ എഴുതി കൊടുത്താൽ മാത്രം മതി. ഓക്കെ, ദാറ്റ്സ് ഫൈൻ. ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത എന്നോട് കുട്ടികൾ ചോദിച്ച്, സാറേ എക്സാം എന്ന് പറയുന്നത് നമ്മുടെ പുതിയൊരു പാറ്റേൺ വെച്ച് എക്സാം നമുക്ക് ഒബ്ജക്റ്റീവും സബ്ജക്റ്റീവായിട്ട് 2 സെക്ഷനുകളാണ്. അതായത് 50 മാർക്ക് നമുക്ക് ഒബ്ജക്റ്റീവും അടുത്ത 50 മാർക്ക് നമുക്ക് സബ്ജക്റ്റീവാണ്. ഇങ്ങനെ വരുമ്പോൾ ഈ ഒബ്ജക്റ്റീവ് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പ്ലസ് ടു എക്സാം ഒബ്ജക്റ്റീവ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം പ്ലസ് ടു എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഫുൾ ആൻഡ് ഫുൾ എന്തിലാണ് വരിക, ഇംഗ്ലീഷിലാണ് വരിക, ഇംഗ്ലീഷിലും ഹിന്ദിയിലാണ് വരിക. അപ്പോൾ ഒബ്ജക്റ്റീവും ഇംഗ്ലീഷിലായിരിക്കും, സബ്ജക്റ്റീവും ഇംഗ്ലീഷിലായിരിക്കും. അപ്പോൾ ഇവിടെ ഒബ്ജക്റ്റീവിന്റെ ചോദ്യങ്ങൾ ഇംഗ്ലീഷിലായിരിക്കും, അതിന്റെ ഓപ്ഷൻസും ഇംഗ്ലീഷിലായിരിക്കും. അപ്പോൾ ഈ ഒരു ചോദ്യം ഇപ്പോൾ ഒരു ഹ്യൂമാനിറ്റീസിലെ സോഷ്യോളജി, പൊളിറ്റിക്സ്, ഹിസ്റ്ററി ഏതോ ആയിക്കോട്ടെ, ബിസിനസ് സ്റ്റഡീസോ എക്കണോമിക്സ് പൊളിറ്റിക്സോ അതല്ലെങ്കിൽ നമ്മൾ ഫിസിക്സ് കെമിസ്ട്രി ഏതോ ആയിക്കോട്ടെ. സോ സയൻസിനെ സംബന്ധിച്ചോളം ടെൻഷൻ ഇല്ല, കാരണം നമ്മൾ സയൻസിൽ ഫുൾ ആൻഡ് ഫുൾ ഇംഗ്ലീഷ് പോകുന്നതുകൊണ്ട് അതിവിടെ കൺസേൺ ഉള്ളതായിട്ടില്ല. കൊമേഴ്സിലും ഹ്യൂമാനിറ്റീസിലും മലയാളത്തിൽ പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഒബ്ജക്റ്റീവിന്റെ കേസ് വരുമ്പോൾ അവിടെ ചോദ്യങ്ങൾ ഇംഗ്ലീഷിലായിരിക്കും, ഓപ്ഷൻസും ഇംഗ്ലീഷിലായിരിക്കും. അപ്പോൾ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഈ ചോദ്യങ്ങൾ ഇംഗ്ലീഷിലുള്ളതിന് ഓപ്ഷൻസ് ഇംഗ്ലീഷ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും അത് എന്ത് ചെയ്യരുത്, ഇതിന്റെ ഓപ്ഷൻസിനെ ട്രാൻസ്ലേറ്റ് ചെയ്യരുത്. ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ചോദ്യം കൊടുത്തിരിക്കുന്നത് പ്ലസ് ടുവിൽ ഒബ്ജക്റ്റീവിന്റെ ചോദ്യം ഇംഗ്ലീഷ് കൊടുത്തു, അതിൻ്റെ ഓപ്ഷൻസുകളൊക്കെ ABCD എന്ന് പറഞ്ഞ് 4 ഓപ്ഷൻസും കൊടുത്തിരിക്കുന്നതൊക്കെ ഇംഗ്ലീഷിൽ തന്നെയാണെന്ന് വിചാരിക്കുക. പക്ഷേ നിങ്ങൾ ഉത്തരം എഴുതാൻ പോകണം മലയാളത്തിലാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഇപ്പോൾ സോഷ്യോളജി പൊളിറ്റിക്സ് ഒക്കെ ആണെങ്കിലും ഈ ഒബ്ജക്റ്റീവിന്റെ കേസിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഈ ഓപ്ഷൻസിനെ തർജ്ജമ ട്രാൻസ്ലേറ്റ് ചെയ്യരുത്, അത് മണ്ടത്തരാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒന്നാമത്തെ ക്വസ്റ്റ്യന് ഒബ്ജക്റ്റീവ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ആ ഓപ്ഷൻ അങ്ങനെ തന്നെ കൊടുക്കുക, ടേംസ് അങ്ങനെ തന്നെ എഴുതി വെക്കുക, ഇംഗ്ലീഷിൽ തന്നെ എഴുതി വെക്കുക. സോ ഒബ്ജക്റ്റീവ് സെക്ഷൻസ് മക്കളെ ഏറ്റവും നല്ലത് ഇംഗ്ലീഷിൽ തന്നെ കൊടുക്കുന്നതാണ്. അത് ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ നിങ്ങൾക്ക് അത് ഇംഗ്ലീഷ് കൊടുക്കുന്നത് നല്ലത്, കാരണം അതിൽ ഓൾറെഡി നമുക്ക് ഇംഗ്ലീഷ് ടേം എക്സ്പെക്ടേഷൻ ആണ്. ഞാൻ പറഞ്ഞ MCQ ഒക്കെ പോലത്തെ ക്വസ്റ്റ്യൻസ് ആണ്, അത് നമുക്ക് ഇംഗ്ലീഷ് തന്നെ കൊടുക്കുന്നതാണ് നല്ലത്. മാക്സിമം ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇംഗ്ലീഷ് തന്നെ കൊടുക്കുകയുള്ളൂ, അതാണ് ഏറ്റവും നല്ലത്. ഇനി സബ്ജക്റ്റിലൂടെ നമ്മൾ വരികയാണെങ്കിൽ അടുത്ത 50 മാർക്ക് വരികയാണെങ്കിൽ ചോദ്യങ്ങൾ ഇംഗ്ലീഷിലായിരിക്കും പ്ലസ് ടുവിൽ, പക്ഷേ ഉത്തരങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ചോദ്യങ്ങൾ ഇംഗ്ലീഷിലാണെങ്കിൽ ഉത്തരങ്ങൾ നമുക്ക് ധൈര്യമായിട്ട് മലയാളത്തിൽ എഴുതാൻ പറ്റും, ഒരു കുഴപ്പമില്ല, നോ പ്രോബ്ലം. നിങ്ങൾക്ക് VSA ക്വസ്റ്റ്യൻ ആണെങ്കിലും SA ക്വസ്റ്റ്യൻ ആണെങ്കിലും LA ക്വസ്റ്റ്യൻ ആണെങ്കിലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് മലയാളത്തിൽ കൊടുക്കുക, ഒരു പ്രശ്നമുള്ള കാര്യമല്ല. ഇനി 10ാം ക്ലാസ്സിലോട്ട് നമ്മൾ വരിക, SSLCയുടെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കുന്നതെങ്കിൽ SSLCയുടെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞു 2 മീഡിയം അവൈലബിൾ ആണ്, ഇംഗ്ലീഷ് മീഡിയം അവൈലബിൾ ആണ്, മലയാളം മീഡിയം അവൈലബിൾ ആണ്. സോ മലയാളം മീഡിയം എടുത്ത കുട്ടികൾക്ക് ഒബ്ജക്റ്റീവ് ചോദ്യങ്ങളും സബ്ജക്റ്റീവ് ചോദ്യങ്ങളും എന്തിലാണ് വരിക, മലയാളത്തിലാണ് വരിക, അവിടെ ഇംഗ്ലീഷിലല്ല മലയാളത്തിലാണ് വരിക. ഓക്കെ, അപ്പോൾ ഒബ്ജക്റ്റീവ് നിങ്ങൾക്ക് മലയാളം മീഡിയം എടുത്ത കുട്ടികൾക്ക് മലയാളത്തിൽ തന്നെ അതിന്റെ ഒബ്ജക്റ്റീവിന്റെ ഉത്തരങ്ങൾ ഓപ്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് എന്തിലുണ്ടാവും, മലയാളത്തിലുണ്ടായിരിക്കും. സോ നിങ്ങൾക്കത് മലയാളം തന്നെ എഴുതാൻ പറ്റും, നോ പ്രോബ്ലം. ഇനി സബ്ജക്റ്റീവിന്റെ കേസിലാണെങ്കിലും നിങ്ങൾക്ക് മലയാളത്തിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഉത്തരങ്ങൾ നിങ്ങൾക്ക് മലയാളത്തിൽ എഴുതാൻ പറ്റും, നോ പ്രോബ്ലം. ഇനി 10ാം ക്ലാസ് തന്നെ ഇംഗ്ലീഷ് മീഡിയം എടുത്ത കുട്ടികളാണ് ക്വസ്റ്റ്യൻ പേപ്പർ വരിക. ഇംഗ്ലീഷ് മീഡിയം എടുത്ത കുട്ടികളാണെങ്കിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഒബ്ജക്റ്റീവിന്റെ ആണെങ്കിൽ ഇംഗ്ലീഷിലാണ് വരിക. സോ നിങ്ങൾ ആൻസേഴ്സ് ഇംഗ്ലീഷിൽ കൊടുക്കുക, സബ്ജക്റ്റീവ് ഇംഗ്ലീഷിലാണ് വരിക, ആൻസേഴ്സ് നിങ്ങൾ ഇംഗ്ലീഷ് കൊടുക്കുക. ഇനി നമ്മൾക്ക് സെന്റർ കിട്ടാത്തതുകൊണ്ട് ഇംഗ്ലീഷ് മീഡിയം ചൂസ് ചെയ്ത കുട്ടികൾ 10ാം ക്ലാസ്സിലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ സബ്ജക്റ്റീവ് എന്ത് ചെയ്യുക, മലയാളത്തിൽ ആൻസർ കൊടുത്താലും മാർക്ക് കിട്ടും. സോ ഞാനിപ്പോൾ പറഞ്ഞത് ഏതൊക്കെ സബ്ജക്ട്സ് നിങ്ങൾ ഇംഗ്ലീഷിൽ എഴുതണം, മലയാളത്തിൽ എഴുതണം, ഒബ്ജക്റ്റീവ് ഇംഗ്ലീഷിൽ എഴുതണം, മലയാളത്തിൽ എഴുതണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനിയും ഈ ഒരു പരീക്ഷയെ ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ട് എന്നുള്ള കാര്യം എനിക്കറിയാം. ഒരു പേടിയും പേടിക്കണം, എന്ത് സംശയമാണെങ്കിലും ജസ്റ്റ് ചോദിച്ചോളൂ. ഈ വീഡിയോയുടെ താഴെ ജസ്റ്റ് കമന്റ് ചെയ്താൽ മതി നിങ്ങളുടെ സംശയങ്ങളൊക്കെ. ഐ വിൽ ക്ലിയർ യു ഓൺലി റിലേറ്റഡ് ടു ന്യൂസിന്റെ സംശയങ്ങൾ മാത്രം നമുക്കിവിടെ ക്ലിയർ ചെയ്യാൻ പറ്റും. സോ നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷയെ ബന്ധപ്പെട്ട് ഇനി പരീക്ഷ എഴുതുന്നതുമായി ബന്ധപ്പെട്ട് മലയാളത്തിലോ ഇംഗ്ലീഷിലോ എന്നുള്ളതിന് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ മക്കളെ വേഗം തന്നെ കമന്റ് ചെയ്ത് ചോദിച്ചോളൂ. അത് എന്താണെങ്കിലും നമ്മൾ അതിന് റിപ്ലൈ തരും, നോ പ്രോബ്ലം. ഓക്കെ, അപ്പൊ നമ്മളിന്ന് പറഞ്ഞത് പരീക്ഷ മലയാളത്തിൽ എഴുതാം എന്നതാണ്. എന്നാൽ കുറച്ച് കണ്ടീഷൻസ് വെച്ചിട്ടുണ്ട്, ഏതൊക്കെ ഇംഗ്ലീഷിൽ മലയാളത്തിൽ നിങ്ങൾ തരം തിരിച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഫോളോ ചെയ്യുകയാണെങ്കിൽ മക്കളെ ഫുൾ മാർക്ക് നേടാൻ പറ്റും. ഇത് മിക്സ് ചെയ്ത് ചെയ്യുമ്പോൾ നമുക്ക് തെറ്റുകൾ വരാനുള്ള ചാൻസ്. ഞാൻ പറഞ്ഞു മലയാളത്തിൽ തർജ്ജമ ചെയ്യുന്നുണ്ട് തെറ്റാന്ന് പറയാൻ, തർജ്ജമ ചെയ്യേണ്ടെന്ന് പറയാൻ കാരണം നമ്മൾ തർജ്ജമ ചെയ്യുമ്പോൾ അതിന്റെ അർത്ഥം മാറിപ്പോവും, അതിന്റെ വേർഡ് മീനിങ് ഡിഫറെൻ്റ് ആയി പോയി കണ്ടൊക്കെ നമുക്ക് ആ മാർക്ക് ലോസ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ടാണ് അവിടെ റിസ്ക് എടുക്കേണ്ടതെന്ന് പറഞ്ഞത്. അതൊരു വീഡിയോ നമ്മൾ പറഞ്ഞത് പരീക്ഷ മലയാളത്തിൽ എഴുതാൻ പറ്റും എന്നുള്ളതാണ്. ബട്ട് സം കണ്ടീഷൻസ്, കുറച്ച് ഭാഗങ്ങളൊക്കെ നമ്മൾ ഇംഗ്ലീഷ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതെങ്ങനെയൊക്കെയാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ ഇനി എൻ്റെ കുട്ടികൾ പ്ലസ് ടുത്തെ കുട്ടികൾ ചോദിക്കുന്നതാണ്, സാർ ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ പേപ്പർ വന്നാൽ ഞങ്ങൾ മലയാളം മീഡിയം എടുത്ത കുട്ടികൾക്ക് എങ്ങനെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ച് മനസ്സിലാക്കി അതെങ്ങനെ മലയാളത്തിൽ എഴുതാന്നുള്ളത് ഞാൻ ബാസ് ക്രാഷ് കോഴ്സ് കൊടുത്തിട്ടുണ്ട്. ബാസ് ക്രാഷ് കോഴ്സിലോട്ട് വന്നു കഴിഞ്ഞാൽ ബാസ് ക്രാഷ് കോഴ്സിൽ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഇംഗ്ലീഷിലാണ് കൊടുക്കുന്നത്. ഓരോ കീവേഡുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ കീവേഡ് വെച്ചിട്ട് ആ ക്രാക്കറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, കീവേഡ് വെച്ചിട്ട് തന്നെ ഈ ക്വസ്റ്റ്യൻസിനെ നിങ്ങൾക്ക്
ക്രാക്ക് ചെയ്യാൻ പറ്റും. ആ കോഡുകളൊക്കെ നിങ്ങൾക്ക് ഡീകോഡ് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് മക്കളെ എക്സാമുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ഒരു പരീക്ഷയുടെ അവസാനഘട്ട സമയങ്ങളാണ്. നമുക്ക് കലാശക്കൊട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിതാ ഇനി പരീക്ഷ എന്നുള്ളതിലോട്ടാണ് നമ്മൾ നെക്സ്റ്റ് മന്ത് പോകുന്നത്. അപ്പോൾ ഇനിയും പഠിച്ച് തുടങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ പഠിച്ച് കഴിഞ്ഞിട്ടില്ല, പഠിക്കാൻ അറിയില്ല എന്നൊക്കെ പറയുന്ന കുട്ടികൾ നമ്മുടെ ബാസ് ക്രാഷ് കോഴ്സിലോട്ട് വന്നോളൂ. അതിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ കണ്ടന്റുകളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അത് ഷോർട്ട് കണ്ടന്റ്, ഇമ്പോർട്ടൻറ്റ് കണ്ടന്റ് മാത്രമാണ് നമ്മളിതിൽ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ബാസ് ക്രാഷ് കോഴ്സ് തന്നെ നമ്മൾ എക്സാം ക്രാക്കർ കോഴ്സ് ഒക്കെ ഈ വീക്കിൽ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതും കൂടി കഴിഞ്ഞാൽ നമുക്കൊരു മോഡൽ എക്സാം കഴിഞ്ഞാൽ നമ്മുടെ ക്രാഷ് കോഴ്സ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യും. ദെൻ നമുക്ക് പബ്ലിക് എക്സാമിന് പോയി എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ ഇനി ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ താഴെ കാണുന്ന നമ്മളോട് വാട്സ്ആപ്പ് ചെയ്തിട്ടോ കോൺടാക്ട് ചെയ്തിട്ടോ നിങ്ങൾ വേഗം തന്നെ ജോയിൻ ചെയ്തോളൂ. ഇതൊരു വീഡിയോ നമ്മൾ പറഞ്ഞത് നമ്മൾ പരീക്ഷ മലയാളത്തിൽ എഴുതാൻ പറ്റുമെന്നാണ്. മലയാളത്തിൽ എഴുതാൻ പറ്റും, ബട്ട് സം കണ്ടീഷൻസ് ഇംഗ്ലീഷിൽ തന്നെ എഴുതേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതൊരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി വിചാരിക്കുന്നുണ്ട്. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.